നമസ്കാരം. തിരുവല്ല മീഡിയ വാർത്തകളിലേക്ക് സ്വാഗതം. വയനാട് പ്രകൃതി ദുരന്തത്തിൽ ജീവൻ നഷ്ടപ്പെട്ടവർക്ക് ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ട് നേരണം സെന്റ് തോമസ് ബിലീവേഴ്സ് ഇടവകയിൽ സമൂഹ പ്രാർത്ഥന നടത്തി. വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം ഇടവക വികാരി ഫാദർ മർക്കോസ് പള്ളിക്കുന്നിൽ നേതൃത്വം നൽകി. അജോയ് കെ വർഗീസ് അധ്യക്ഷത വഹിച്ചു. ഇടവക സെക്രട്ടറി ഡോക്ടർ ജോൺസൺ വി ഇടിക്കുള അനുശോചന സന്ദേശം അറിയിച്ചു. വിശ്വാസികൾ ചേർന്ന് മെഴുകുതിരി തെളിയിച്ച് സമൂഹ പ്രാർത്ഥനയിൽ സംബന്ധിച്ചു. ഇടവക വികാരി ഫാദർ മർക്കോസ് പള്ളിക്കുന്നിൽ ആദ്യ ദീപം തെളിയിച്ച് സെൽവരാജ് വിൽസന് കൈമാറി. ദുരിതബാധിതരെ സഹായിക്കുന്നതിനായി ആരാധനാ മധ്യേ സമർപ്പിച്ച സ്തോത്രകാഴ്ച ഇടവക ട്രസ്റ്റി റെനി തോമസ് തേവരിൽ ഇടവക വികാരിക്ക് കൈമാറി. ഷാൽബിൻ മാർക്കോസ്, ഡാനി വാലയിൽ, ഏബൽ റെന്നി എന്നിവർ നേതൃത്വം നൽകി. രക്ഷാപ്രവർത്തനം നടത്തുന്നവർക്കും സർക്കാർ സംവിധാനങ്ങൾക്കും സാധ്യമായ എല്ലാ സഹായങ്ങളും അടിയന്തരമായി ചെയ്യണമെന്ന് സഭയുടെ പരമാധ്യക്ഷൻ മോർ ഡോക്ടർ സാമുവേൽ തെയോഫിലോസ് മെത്രാപ്പൊലീത്ത ആഹ്വാനം ചെയ്തിരുന്നു. ബിഷപ്പ് മാത്യൂസ് മാർ സിവാനിയോസ് എപ്പിസ്കോപ്പയുടെ നിർദ്ദേശത്തെ തുടർന്ന് കേരളത്തിലെ എല്ലാ ഇടവകകളിലും ഓഗസ്റ്റ് 4-ന് വിശുദ്ധ കുർബാന മധ്യേ വയനാടിന് വേണ്ടിയുള്ള സമൂഹ പ്രാർത്ഥന നടത്തി. പുനരധിവാസത്തിനും മുൻപോട്ടുള്ള ജീവിതത്തിനും ആശ്വാസമാകുവാൻ സമാഹരിച്ച തുക മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന ചെയ്യാനാണ് തീരുമാനം. വയനാട്ടിൽ പ്രകൃതി ദുരന്തം ഉണ്ടായതിനു ശേഷം മണിക്കൂറുകൾക്കുള്ളിൽ ബിലീവേഴ്സ് ചർച്ച് മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിന്റെ നേതൃത്വത്തിലുള്ള 35-അംഗ വൈദ്യസംഘമെത്തി സേവനവും ജീവകാരുണ്യ പ്രവർത്തനങ്ങളും നടത്തിയിരുന്നു. ന്യൂസ് ഡെസ്ക് തിരുവല്ല മീഡിയ.